സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് നമ്മൾ ചെക്ക് ചെയ്യണം? ഗിയർ ന്യൂട്രാണോ എന്ന് ചെക്ക് ചെയ്യണം. ഗിയർ ന്യൂട്രാണോ ചെക്ക് ചെയ്യാൻ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഗിയർ ന്യൂട്രൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് ക്ലച്ച് ഔട്ടുക. എന്നിട്ട് എന്ത് വേണം? ഈ സൈഡിലോട്ടുള്ള പ്ലേ ഇത് കൂടുതലുള്ളതായിരിക്കും എപ്പോഴും ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സൈഡിലോട്ടുള്ള പ്ലേ ഇപ്പോൾ ഗിയറിൽ കിടന്നാലും ചെറിയൊരു പ്ലേ വരാം. ഇതിപ്പോൾ കറക്റ്റ് ന്യൂട്രലാണ്. ഇതിപ്പോൾ ഞാൻ മുമ്പോട്ടിട്ട് ഗിയറിലിട്ടിരിക്കുക, അവിടെ ഉണ്ട് ചെറിയൊരു പ്ലേ. ഇപ്പോൾ സെൻറ്ററാക്കി പ്ലേ കൂടി, വീണ്ടും താഴോട്ടിട്ട് ഇപ്പോൾ പ്ലേ കുറഞ്ഞു. അപ്പോൾ താഴെ ഗിയറുണ്ട്, സെൻട്രലാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്, മുകളിലും ഗിയറുണ്ട്. അപ്പോൾ പഴയ വാഹനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് മാരുതി 800 ഉള്ള പഴയ വാഹനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഗിയറിലിട്ട് കഴിഞ്ഞാലും പ്ലേ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഈ പ്ലേ കൂടുതലുണ്ടല്ലോ, അത് ഗിയറാണോ അതോ ന്യൂട്രലാണോ എന്നുള്ളത്. അപ്പം നമ്മളെന്ത് വേണം? ലിവർ എവിടെയോ നിൽക്കുന്നോട്ടെ. അപ്പം നമ്മൾ ഈ ലിവർ സൈഡ് പ്ലേ മാത്രം ചെക്ക് ചെയ്യാതെ മുമ്പോട്ടോ പുറകോട്ടോ ഇട്ട് ചെക്ക് ചെയ്യണം. അതായപ്പോൾ നമ്മൾ മുമ്പോട്ടിട്ടപ്പോൾ എന്ത് പറ്റി? മുന്നോട്ട് പിന്നെ പോകുന്നില്ല. അതിപ്പോൾ അവിടെ ആ ഗിയർ ലോക്കായി നിൽക്കുമോ, മുമ്പോട്ട് കൈ പോകുന്നില്ല. അപ്പോൾ എന്താ പറ്റി? മേളത്തെ ഗിയർ ആണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. അപ്പോൾ എന്താണ്? നമ്മൾ ആ ലിവറിനെ സെൻട്രലോട്ട് കൊണ്ടുവരുന്നു, പ്ലേ കൂടി, അതാണ് ന്യൂട്രൽ. അല്ലെങ്കിൽ ജസ്റ്റ് താഴോട്ട് വീണ്ടും കൊണ്ടുവരിക, അതാണ് താഴത്തെ ഗിയർ ലോക്കായി, വീണ്ടും സെൻറ്ററിൽ കൊണ്ടുവരിക. അപ്പോൾ ന്യൂട്രൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ടും പുറകോട്ടും ആക്കി സെൻറ്റർ പിടിച്ച് വെക്കുന്നതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ്. പല വാഹനങ്ങളിലും നമുക്ക് കീ ആണ്. കീ 2 വട്ടം കറക്കി 3ാമത്തെ കറക്കിലായിരിക്കും വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു പുഷിൽ ചെയ്യുമ്പോഴത്തേക്ക് നാം നോക്കണം. ഫ്രണ്ടിൽ കുറച്ച് വാർണിംഗ് ലൈറ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കോ, എന്തൊക്കെ വാർണിംഗ് ലൈറ്റാണ് കാണാൻ പറ്റുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, അപ്പോൾ നല്ലത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എഞ്ചിൻ വാർണിംഗ് ലൈറ്റാണ്. കാരണം സെൻസറുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നെങ്കിൽ ആ വാർണിംഗ് ലൈറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ എന്തൊക്കെയോ സെൻസറുകൾക്ക് എന്തൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നീട് കാണുന്നത് ഇതാണ്. ഈ ലൈറ്റാണ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ്. ഇത് ഹാൻഡ് ബ്രേക്കിൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും പോകുന്നതാണ്. പിന്നീടുള്ളത് സ്റ്റിയറിങ്ങിൻ്റെയാണ്, പവർ സ്റ്റിയറിങ്ങിൻ്റെത്. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് എൻജിൻ ഓയിലിൻ്റെ. ഓക്കെ, അതിൻ്റെ താഴെ കാണുന്നതാണ് ബാറ്ററി വാർണിംഗ് ലൈറ്റ്. ഈ ലൈറ്റുകളെല്ലാം നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ് സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം എന്നുള്ളത്. ശരിക്കും കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് നമ്മൾ ക്ലോക്കിൽ 10 മണി 10 മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ആംഗിളിൽ വേണം സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട്, കൈ പിടിക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് ചെയ്യേണ്ട രീതിയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇപ്പോൾ വലത്തോട്ടാണ് വളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ വലത്തേ കൈ കൊണ്ട് വലിക്കുക, ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, തള്ളുക. വലത്തേ കൊണ്ട് ഇങ്ങനെ വലിക്കുക, ഇടത്തേ കൊണ്ട് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യുക, വലിക്കുക, ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യുക, ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ പുഷ് ചെയ്യുക. ഈ ഒരു ആംഗിളിൽ വേണം സ്റ്റിയറിംഗ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇടത്തോട്ടാകുമ്പോൾ എന്ത് വേണം? ആ കൈ നേരെ ഇടതുവശം കൊണ്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ വലിക്കുക, താഴെ ഇങ്ങനെ പുഷ് ചെയ്യുക, ഇങ്ങനെ വലിക്കുക, ഇതിങ്ങനെ പുഷ് ചെയ്യുക, ഇങ്ങനെ വലിക്കുക, ഇതിങ്ങനെ പുഷ് ചെയ്യുക. ഈ ഒരു ആംഗിൾ വേണം സ്റ്റിയറിംഗ് വളയ്ക്കാനായിട്ട്. ഇതാകുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് സ്റ്റിയറിംഗ് വളയ്ക്കേണ്ടതെന്നുള്ളത്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ വലിക്കുന്നു, ഇങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചു വലിക്കുന്നത് കണ്ട ഇങ്ങനെയും ചെയ്യാം, കൈ വിട്ട് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഈ ഒരു 2 രീതിയിലും ചെയ്യാം നമുക്ക് സ്റ്റിയറിംഗ് ചെയ്യുമ്പോഴത്തേക്ക്. ഈ ഒരു ആംഗിളിൽ കൈ വിട്ട് പിടിക്കാൻ ശ്രമിക്കുക.